ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു വിസാ ഫോർ സ്റ്റഡി. നമ്മൾ ഇന്ന് ജോയിൻ ചെയ്തിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട +2 കഴിഞ്ഞിട്ട് ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഈ ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത് രതീഷ് ബാബു സാറായിരിക്കും. സാറ് വിസാ ഫോർ സ്റ്റഡിയുടെ ഡയറക്ടറും അതേപോലെ തന്നെ ഡൊമസ്റ്റിക് അഡ്മിഷൻസിലെ വളരെ കാലത്തെ മുൻപരിചയവുമുള്ള ഒരു വ്യക്തി കൂടിയാണ്. സാറായിരിക്കും ഈ ഒരു വിഷയത്തെ പറ്റി നിങ്ങളോട് സംസാരിക്കുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നീറ്റ് എക്സാമിനെ പറ്റിയിട്ടാണ്. വളരെ പ്രത്യേകമായിട്ട് നീറ്റ് UG എക്സാമിനെ പറ്റിയിട്ടായിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെഷനിലേക്ക് നിങ്ങളെല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിനായി രതീഷ് ബാബു സാറിനെയും ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഓവർ ടു യു സാർ. Thank you, Alvin D'Souza, our corporate manager. ആൽവിൻ ഡിസൂസ പറഞ്ഞതുപോലെ നീറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നീറ്റ് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ കൂടുതൽ വിശദമാക്കി പറയേണ്ടതില്ല എന്ന് തോന്നുന്നു. കാരണം ഒരു 10ാം ക്ലാസ് മുതലുള്ള എല്ലാ ആൾക്കാരും ഈ മെഡിക്കൽ എൻട്രൻസിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ആൾക്കാർക്കും നീറ്റ് എന്താണെന്ന് അറിയാം. നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് എന്നതാണ് നീറ്റ്. ആക്ച്വലി ഇന്ത്യയിലെ എല്ലാ മെഡിക്കൽ കോഴ്സുകളിലേക്കുമുള്ള പ്രവേശനത്തിനുള്ള പ്രവേശന പരീക്ഷയാണ് നീറ്റ് എന്ന് പറയുന്നത്. നീറ്റ് വഴി നമുക്ക് MBBS, BDS, BMS, BHMS, BUMS, BSMS കൂടാതെ പിന്നീട് കുറച്ച് മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്കും ലൈക്ക് നമ്മുടെ ഫിസിയോതെറാപ്പി ഉൾപ്പെടെയുള്ള കോഴ്സുകളിലേക്കുള്ള ജോയിനിങ്ങിനും ഇപ്പോൾ നീറ്റ് ആവശ്യമാണ്. അപ്പം നീറ്റ് കണ്ടക്ട് ചെയ്യുന്നത് ആരാണ് എല്ലാവർക്കും അറിയാം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് നീറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. നീറ്റ് 2013 നീറ്റ് എക്സാം വന്നു തുടങ്ങിയത്. അതിനു മുമ്പുണ്ടായിരുന്ന എക്സാമിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അപ്പം 2013 നീറ്റ് ആരംഭിച്ചെങ്കിലും 2016 പിന്നീട് ചില നിയമപ്രശ്നങ്ങൾ കാരണം മുടങ്ങിപ്പോയി. 2016 വീണ്ടും നീറ്റ് പുനരാരംഭിക്കുന്നത്. അപ്പൊ അതുവരെ AIPMT എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ് നടന്നുകൊണ്ടിരുന്നത്. ആ ടെസ്റ്റും നീറ്റും തമ്മിലുള്ള ഒരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്, നമ്മുടെ ഇപ്പം നീറ്റ് നമ്മൾ എഴുതുകയാണെങ്കിൽ ഗവൺമെന്റ് അതുപോലെ തന്നെ പ്രൈവറ്റ് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റികളിലുള്ള മുഴുവൻ അഡ്മിഷൻസും നീറ്റിന്റെ ബേസ് ചെയ്ത് മാത്രമായിരിക്കും. എന്നാൽ പഴയ രീതിയിലുള്ള ടെസ്റ്റ് ആകുമ്പോൾ നമ്മുടെ ഓൾ ഇന്ത്യ കോട്ട, ഇപ്പോഴും ഓൾ ഇന്ത്യ കോട്ട 15% ആണ്. ആ ഓൾ ഇന്ത്യ കോട്ട മാത്രം ബാധകമാകുന്ന ഒരു എക്സാം ആയിരുന്നു. അതിന് പകരം ഇപ്പം 100%ഉം സ്റ്റേറ്റ് കോട്ട 85% വരുന്ന സ്റ്റേറ്റ് കോട്ടയ്ക്കും ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയുടെ കോട്ടകൾക്കും കൂടി ഉൾപ്പെടെയാണ് ഇപ്പം നീറ്റ് എക്സാം നടക്കുന്നത്. അപ്പം നീറ്റ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇംഗ്ലീഷിൽ മാത്രമല്ല, നമുക്ക് 13 ഭാഷകളിൽ, ഇംഗ്ലീഷ് മലയാളം ഉൾപ്പെടെ 13 ഭാഷകളിൽ നമുക്ക് നീറ്റ് എക്സാം എഴുതാൻ കഴിയും. അപ്പം എല്ലാ വർഷവുമാണ് പിന്നെ നീറ്റ് എക്സാം ഉള്ളത്. അതിന്റെ ഒരു മോഡ് എന്ന് പറയുന്നത് ഓഫ്ലൈൻ ആണ്, പെൻ പേപ്പർ എക്സാം തന്നെയാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടാകും. മെയിനായിട്ട് നീറ്റ് എക്സാമിനകത്ത് വരുന്ന 3 സബ്ജക്ട്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഈ 3 സബ്ജക്റ്റുകളിൽ +2 കഴിയുന്ന ആൾക്കാർക്കാണ് നമുക്ക് നീറ്റ് എക്സാം എഴുതാൻ സാധിക്കുന്നത്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 12th ആണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് മാൻഡേറ്ററി സബ്ജക്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉണ്ടായിരിക്കണം. ഇനി +2 കഴിഞ്ഞ് എല്ലാവർക്കും ഇത് എഴുതാൻ പറ്റില്ല. നമുക്ക് ജനറൽ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് മിനിമം 50% ഓഫ് മാർക്ക് ഉണ്ടായിരിക്കണം. അത് OBCക്കും SC ആൻഡ് STക്കും പിന്നെ അതുപോലെ തന്നെ സ്പെഷ്യൽ കാറ്റഗറിക്കും ഒക്കെ 40%ആണ് പിന്നെ മാർക്ക് വരുന്നത്. ഇതിനകത്തൊരു ഏജ് ലിമിറ്റ് ഉണ്ട്. മിനിമം 17 വയസ്സ് പൂർത്തിയായ ആൾക്കാർക്ക് മാത്രമേ പിന്നെ നീറ്റ് എഴുതാൻ പറ്റുള്ളൂ. ദർ ഇസ് നോ അപ്പർ ഏജ് ലിമിറ്റ്. അതായത് പരമാവധി ഏജ് എത്രയാണെന്നുള്ളത് പുതിയ മാനദണ്ഡ പ്രകാരം ആസ് പെർ ദ ന്യൂ നോംസ് പ്രകാരം പറയുന്നില്ല. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമിന്റെ ഒരു പാറ്റേൺ, എങ്ങനെയാണ് ഈ എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുന്നതെന്ന് നോക്കാം. ടോട്ടൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നത് 180 ആണ്. അപ്പം ഒരു ക്വസ്റ്റ്യന് 4 മാർക്ക് എന്ന രീതിയിൽ ടോട്ടൽ മാർക്ക് വരുന്നത് 720. അപ്പൊ ഈ 720 എങ്ങനെ വിഭജിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും കൂടി ഒന്ന് നമുക്ക് നോക്കാം. ഫിസിക്സിന് ടോട്ടൽ ക്വസ്റ്റ്യൻസ് 45, അപ്പൊ 180 മാർക്ക് വരും. അതുപോലെ തന്നെ കെമിസ്ട്രിക്കും 45 ക്വസ്റ്റ്യൻസ് ആണ്, 180 മാർക്ക്. ബയോളജിക്ക്
90 ക്വസ്റ്റ്യൻസ്, ടോട്ടൽ മാർക്ക് 360. അങ്ങനെ ടോട്ടൽ 720 മാർക്കാണ് ടോട്ടൽ വരുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമുക്ക് മെഡിക്കൽ പിന്നെ കോഴ്സുകൾ കൂടാതെ മറ്റ് അലൈഡ് മെഡിക്കൽ കോഴ്സസ്, നഴ്സിംഗ്, ഫിസിയോതെറാപ്പി, മെഡിക്കൽ ലാബ് ടെക്നോളജി, റേഡിയോളജി, ഒപ്റ്റോമെട്രി, കാർഡിയാക് കെയർ, റെസ്പിറേറ്ററി തെറാപ്പി പോലുള്ള കോഴ്സുകളിലേക്കും പല ഇൻസ്റ്റിറ്റ്യൂഷൻസും മേജർ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഇപ്പം നീറ്റ് അപ്പിയറൻസ് നിർബന്ധമാക്കി വരുന്നുണ്ട്. നീറ്റിന് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതിന്റെ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാം. അത് നമുക്ക് നീറ്റിന്റെ പിന്നെ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. NTA.nic.in നമ്മുടെ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ ലിങ്ക് കൊടുക്കും. അതിൽ ആവശ്യമുള്ളവർ അതിൽ കയറി യൂസ് ചെയ്യുക. നമുക്ക് നീറ്റിന്റെ ഫീസ് വരുന്നത് ജനറൽ കാറ്റഗറിക്ക് 1700 രൂപയാണ്, OBCക്ക് 1600, മറ്റ് കാറ്റഗറിക്ക് ട്രാൻസ്ജെൻഡേഴ്സും സ്പെഷ്യലി ഏബിൾഡ് കാറ്റഗറി ഉൾപ്പെടെയുള്ള റിസർവേഷൻ കാറ്റഗറിക്ക് 1000 റുപ്പീസുമാണ് നമുക്ക് വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നീറ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ഉണ്ട്. ആ ഡോക്യുമെന്റ്സുകൾ എല്ലാം തന്നെ നേരത്തെ തന്നെ PDF ഫോർമാറ്റിലേക്കോ സൂക്ഷിച്ചു വെക്കേണ്ടതാണ്. കാരണം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് വേണ്ട ഡോക്യുമെന്റ്സ് എന്താണെന്ന് സ്ക്രീനിൽ ഷെയർ ചെയ്യുന്നുണ്ട്, എന്നാലും ഞാൻ പറഞ്ഞു പോകാം. പാസ്പോർട്ട് സൈസ് ഫോട്ടോ വിത്ത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട്, നിങ്ങളുടെ സിഗ്നേച്ചർ, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു സിഗ്നേച്ചർ നിങ്ങളത് പിന്നെ സ്കാൻ ചെയ്ത് റെഡിയാക്കി വെക്കുക. അതുപോലെ തന്നെ 10th-ന്റെയും SSLC മാർക്ക് ഷീറ്റ്, പിന്നെ അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്, പെർസെന്റേജ് കൺവേർഷൻ സർട്ടിഫിക്കറ്റ്. പല ബോർഡുകളുടെയും എക്സാം ടോട്ടൽ മാർക്ക് ഇല്ല എങ്കിൽ, ഗ്രേഡ് ആണ് ഉള്ളതെങ്കിൽ അതിനെ നമുക്ക് പിന്നെ പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് ഗവൺമെന്റ് വെബ്സൈറ്റുകൾ തന്നെ അവൈലബിൾ ആണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കൗൺസിലേഴ്സുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ അതിനകത്ത് ക്ലാരിറ്റി തരും. അപ്പം പിന്നെ ഗ്രേഡ് ഉള്ള ആൾക്കാർ അതിന് പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്ത സർട്ടിഫിക്കറ്റ്, അഡ്രസ് പ്രൂഫ്, കാറ്റഗറി സർട്ടിഫിക്കറ്റ് മീൻസ് നമ്മുടെ നേരത്തെ സൂചിപ്പിച്ച OBC, SC, ST അല്ലെങ്കിൽ സ്പെഷ്യൽ കാറ്റഗറി, ഇങ്ങനെയൊക്കെയുള്ള കാറ്റഗറിയുടെ സർട്ടിഫിക്കറ്റ്, ഐഡന്റിറ്റി പ്രൂഫ്, പിന്നെ NRI കോട്ട ഉള്ള നമുക്ക് NRI കോട്ട ആവശ്യമുള്ളവര്, അങ്ങനെയുള്ള ആൾക്കാർ അതിന്റെ NRI സർട്ടിഫിക്കറ്റ്, നേരത്തെ സൂചിപ്പിച്ച സ്പെഷ്യൽ കാറ്റഗറി വരുന്ന ആൾക്കാർക്ക് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത്, ഇത്തരം കാര്യങ്ങൾ, ഇത്രയും ഡോക്യുമെന്റുകളാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ പിന്നെ ഇതിനു വേണ്ടി സൂക്ഷിക്കേണ്ടത്. ഇത് PDF ഫോർമാറ്റിലാണ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്, നമുക്ക് നീറ്റ് എഴുതിയാൽ ചെയ്യാൻ പറ്റുന്ന കോഴ്സുകൾ. നമുക്ക് ഇപ്പം ഭാവിയിൽ ഒരു റിസർച്ചിന് പോവുകയാണെങ്കിലോ, അല്ലെങ്കിൽ സർജൻ ആവുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഫിസിഷ്യനോ, അല്ലെങ്കിൽ ആ മേഖലയിലുള്ള ഒരു ജോലിയിലേക്കാണ് നമ്മൾ പോകേണ്ടതെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഡോക്ടർ ആവണം. ഡോക്ടർ ആവണമെങ്കിൽ നമുക്ക് നീറ്റിൽ തന്നെ, നീറ്റ് പ്രവേശന പരീക്ഷയിൽ കൂടി തന്നെ നമുക്ക് പ്രവേശനം കിട്ടുള്ളൂ എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി എങ്ങനെയാണ് നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുക? വളരെ മികച്ച രീതിയിൽ പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നീറ്റ് എഴുതി പാസ്സാവാൻ സാധിക്കുള്ളൂ എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമുക്ക് NCERT ബുക്സുകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരുന്നത്. അപ്പൊ അത്തരം ബുക്കുകൾ കൂടുതൽ പിന്നെ റെഫർ ചെയ്യുക. പിന്നീട് പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരമാവധി പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് പരമാവധി പ്രാക്ടീസ് ചെയ്യുക. എങ്ങനെയായിരിക്കും എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതെന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ഈ മോക്ക് ടെസ്റ്റുകളിലൂടെ നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ വളരെ പിന്നെ നേരത്തെ തന്നെ ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ ആരംഭിച്ചാൽ അത്രത്തോളം ഈസി ആയിട്ട് നമുക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇത്തരം കാര്യങ്ങളാണ് നീറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും ഇതിന്റെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളോട് ചോദിക്കാം. ഇനി എന്താണ് വിസ ഫോർ സ്റ്റഡി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള പിന്നെ ഗൈഡൻസ് നൽകാൻ കഴിയുന്ന ഒരു ബാക്കപ്പ് നമ്മുടെ കയ്യിലുണ്ട്. നല്ല രീതിയിലുള്ള കരിയർ ഡെവലപ്പേഴ്സ്, അതുപോലെ തന്നെ നമുക്ക് എഡ്യൂക്കേഷൻ മേഖലയിൽ
പരിണിതപ്രജ്ഞരായ ഒരുപാട് ആൾക്കാരുടെ സേവനം വിസ ഫോർ സ്റ്റഡി ത്രൂ നിങ്ങൾക്ക് ഒരു നീറ്റ് ഗൈഡൻസിന് വേണ്ടി ലഭിക്കും. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു അഡ്മിഷൻ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എങ്ങനെയാണ് നമ്മളൊരു നീറ്റ് കഴിഞ്ഞാൽ പോലും എങ്ങനെയാണ് ഏത് തരത്തിലാണ് നമുക്ക് കോളേജുകൾ തിരഞ്ഞെടുക്കേണ്ടത്, അതൊരു എക്സ്പെർട്ട് ഗൈഡൻസ് അതിന് ആവശ്യമുണ്ട്. അപ്പൊ അത്തരം സപ്പോർട്ട് ഗൈഡൻസ് നമുക്ക് തരാൻ പറ്റും. വളരെ മികച്ച രീതിയിലുള്ള കൗൺസിലിംഗ് നമുക്ക് തരാൻ പറ്റും. അവൈലബിൾ ആയിട്ടുള്ള സ്കോളർഷിപ്പിന്റെ അപ്ഡേഷൻസ് തരാൻ പറ്റും. നമുക്കറിയാം പലപ്പോഴും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് സീറ്റുകൾ കിട്ടുന്നില്ല എങ്കിൽ പിന്നീട് നമുക്ക് ഓപ്ഷൻസ് പ്രൈവറ്റ് ആണ്. പ്രൈവറ്റ് കോളേജിലേക്ക് പോകുമ്പോഴത്തേക്ക് ഭാരിച്ച ഫീസ് വരും. അങ്ങനെ വരുമ്പോൾ ലോൺ ഫെസിലിറ്റീസ് അവൈലബിൾ വരേണ്ടി വരും. അപ്പം അതിന്റെ ലോൺ അസിസ്റ്റൻസ് ഒക്കെ നമുക്ക് ചെയ്തു തരാൻ പറ്റും. മോറോവർ ഞങ്ങൾ വിസ ഫോർ സ്റ്റഡിയെ സംബന്ധിച്ച് വൺസ് നിങ്ങളൊരു എൻക്വയറിയുമായി ഞങ്ങളെടുത്ത് വരികയാണെങ്കിൽ നിങ്ങളൊരു ജോലി ചെയ്യുന്നത് വരെ, ജോലി കിട്ടുന്നത് വരെ ഞങ്ങൾ ഒരു എൻഡ് ടു എൻഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് എഡ്യൂക്കേഷൻ മാത്രമല്ല, നിങ്ങളുടെ ജോബ് പ്ലേസ്മെന്റ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സർവീസ് അവൈലബിൾ ആയിരിക്കും. ഇനി ഇതുമായി ബന്ധപ്പെട്ട നീറ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇനി അതുമല്ലാതെ കൂടുതൽ കാര്യങ്ങളെ കുറിച്ച് അറിയണമെങ്കിൽ ഞങ്ങളുടെ കൗൺസിലേഴ്സിന്റെ നമ്പേഴ്സ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്ക്രീനിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം യാതൊരു ഹെസിറ്റേഷനും ഇല്ലാതെ നിങ്ങൾക്ക് ഞങ്ങളെ എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, നിങ്ങൾക്കിപ്പോ എന്തെങ്കിലും നീറ്റ് UG എക്സാമിനെ പറ്റിയിട്ട് അതിന്റെ പ്രോസസ്സിങ്ങിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എൻ്റെ മകൻ MBBS പഠനത്തിന് ജോർജിയയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം മകന് നീറ്റ് എഴുതേണ്ട ആവശ്യമില്ലല്ലോ ഇന്ത്യയിൽ പഠിക്കാത്തത് കൊണ്ട്, ഒന്ന് ക്ലാരിഫൈ ചെയ്യാമോ? തീർച്ചയായും ഇത് വളരെ നല്ലൊരു ചോദ്യമാണ്. നീറ്റ് എഴുതാത്ത ഒരാൾക്ക് വിദേശത്ത് പോയി MBBSന് ജോയിൻ ചെയ്യുന്നതിന് യാതൊരു തടസ്സവുമില്ല. എന്നാൽ അദ്ദേഹം തിരിച്ചു വന്ന് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് നീറ്റിന്റെ കട്ട് ഓഫ് മാർക്ക്, ഏത് വർഷമാണോ നീറ്റ് എഴുതിയത് ആ വർഷത്തെ കട്ട് ഓഫ് മാർക്ക് ആവശ്യമാണ്. ചുരുക്കി പറഞ്ഞ നമുക്ക് വിദേശത്ത് പോയി MBBS ചെയ്യാനായിട്ട് നീറ്റ് ആവശ്യമില്ല. എന്നാൽ അവിടെ MBBS പഠിച്ച് തിരിച്ചു വന്ന് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അദ്ദേഹം നീറ്റ് ക്ലിയർ ചെയ്തിരിക്കണം. സാർ, പല സ്ഥലങ്ങളിലും ഈ നീറ്റിന് IELTS പോലെയെല്ലാം വാലിഡിറ്റി ഉണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോ നീറ്റ് എഴുതി കഴിഞ്ഞാൽ എത്ര കൊല്ലം ആ ഒരു സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാൻ പറ്റും? നീറ്റ് സാധാരണഗതിയിൽ എൻട്രൻസ് കഴിഞ്ഞാൽ സെയിം വർഷത്തെ അഡ്മിഷൻ സൈക്കിളിൽ മാത്രമേ അത് വാലിഡിറ്റി ഉള്ളൂ. ഇനി നീറ്റ് സ്കോർ വാലിഡ് ആവുന്നത് നേരത്തെ ഒരു രക്ഷിതാവ് ചോദിച്ച ഒരു സംശയം, 3 വർഷം വരെ നമുക്ക് വിദേശത്ത് വാലിഡിറ്റി കിട്ടും. അതായത് ഒരു വർഷം 2026 നീറ്റ് ക്വാളിഫൈ ചെയ്ത ഒരാൾക്ക് 26ന്റെ അഡ്മിഷൻ സൈക്കിൾ, 27ന്റെ അഡ്മിഷൻ സൈക്കിൾ, 28ന്റെ അഡ്മിഷൻ സൈക്കിളിൽ വരെ അത് വാലിഡിറ്റി ഉണ്ടാവും. സാർ, അതായത് ഞാനിപ്പോ 2025 എഴുതിയതെങ്കിൽ എനിക്ക് 2028 വരെ എബ്രോഡ് പഠിക്കാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലെ? 27 വരെ, 27ന്റെ അതായത് 2025 നീറ്റ് ആ വർഷത്തെ അഡ്മിഷൻ സൈക്കിളിൽ ഇന്ത്യയിൽ വാലിഡ് ആവുന്നു. അപ്പം അതിനുശേഷമുള്ള 2 അഡ്മിഷൻ സൈക്കിളിൽ മാത്രമേ നിങ്ങൾക്ക് പിന്നീട് വിദേശത്തുള്ള അഡ്മിഷന് വാലിഡിറ്റി കിട്ടുള്ളൂ. നീറ്റ് ഈ വർഷം 2026 എഴുതണമെങ്കിൽ രജിസ്ട്രേഷന്റെ കട്ട് ഓഫ് ഡേറ്റും നീറ്റിന്റെ എക്സാം ഡേറ്റും ഒന്ന് പറയാമോ? ഈ വർഷത്തെ നീറ്റിന്റെ രജിസ്ട്രേഷന്റെ അവസാന ദിവസം എന്ന് പറയുന്നത് മാർച്ച് 8 രാത്രി 9 മണി വരെയാണ്. അതായത് നിങ്ങൾക്ക് ലാസ്റ്റ് പേയ്മെന്റ് ചെയ്യാവുന്നത് അന്നത്തെ രാത്രി 11:50 വരെ പേയ്മെന്റ് ചെയ്യാൻ പറ്റും. കറക്ഷൻ എന്തെങ്കിലും തെറ്റ് തിരുത്താനുണ്ടെങ്കിൽ പിന്നെ 10 മുതൽ 12 വരെ, മാർച്ച് 10 മുതൽ 12 വരെ ഉള്ള ദിവസങ്ങളിൽ കറക്ഷൻ ചെയ്യാൻ പറ്റും. എക്സാമിന്റെ ഡേറ്റ് പിന്നീട് അറിയിക്കുന്നതായിരിക്കും. ഈ അവസാന നിമിഷത്തേക്ക് ഒരു കാരണവശാലും നിൽക്കരുത്. അതിനു മുമ്പേ തന്നെ നമുക്ക് സൈറ്റൊക്കെ അവസാന ദിവസങ്ങളാവുമ്പോൾ സൈറ്റൊക്കെ നല്ല ബിസി വരും. അപ്പം അത്തരം ടെക്നിക്കൽ ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നീറ്റ് രജിസ്ട്രേഷൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വളരെ നേരത്തെ തന്നെ അതിനുള്ള പ്രിപ്പറേഷൻസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഓൾറെഡി സൈറ്റ് ഓപ്പൺ ആവുന്നു. നീറ്റിന് ഫീസ് അടയ്ക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ, എത്രയാണ് എമൗണ്ട് എന്ന് പറയാമോ?
1700 ജനറൽ വരുന്നത്, 1600 പിന്നെ നമുക്ക് OBCക്കും അതുപോലെ സ്പെഷ്യൽ കാറ്റഗറിക്ക് 1000 രൂപയുമാണ്. സോ മറ്റു ഡൗട്ട്സുകളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇത്ര നേരം ഈ ഒരു സെഷനിൽ അറ്റൻഡ് ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം നന്ദി. അതുപോലെ തന്നെ ഈ ഒരു സെഷൻ നമുക്ക് ഇന്ന് ലീഡ് ചെയ്തത് രതീഷ് ബാബു സാറാണ്. സാറിനും വളരെയധികം നന്ദി പറയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു സെഷൻ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് നീറ്റ് എക്സാമിനെ പറ്റിയിട്ടോ MBBS അഡ്മിഷനോ അല്ലെങ്കിൽ മെഡിക്കൽ അഡ്മിഷനോ വേണ്ടിയിട്ടുള്ള എന്ത് ഗൈഡൻസിനായാലും വിസ ഫോർ സ്റ്റഡിയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു.